ഒരു ചെറിയ കാര്യം നമ്മുടെ ഉള്ളിലെ ഈഗോ കാരണം എങ്ങനെ വളർന്ന് വഷളായി നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു അടിപൊളി തമിഴ് സിനിമയാണ് പാർക്കിംഗ്. അത് OTT അവൈലബിൾ ആണ്. അതാണ് ഞാൻ അത് കണ്ടതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രാംകുമാർ ബാലകൃഷ്ണ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ കഥയും. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. കണ്ടു കഴിഞ്ഞാൽ ഒട്ടും തോന്നില്ല. അടിപൊളിയായിട്ട് പുള്ളി അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര ത്രില്ലിംഗ് ആണ് പടം. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നെക്സ്റ്റ് എന്താന്നൊക്കെ നമുക്ക് ആകാംക്ഷ വരുന്ന അടിപൊളി ഒരു പടമാണ്. വലിയ പടമല്ല, ചെറിയ പടമാണ് കേട്ടോ. ലോ ബഡ്ജറ്റ് പടമാണ്. അപ്പോൾ ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് സമയമുണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി പടമാണ്. നമ്മുടെ ഹരീഷ് കല്യാൺ എന്ന് പറഞ്ഞൊരു നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, എന്നാലും നല്ല അഭിനയമാണ് പുള്ളിയുടെ. പിന്നെ അതിൽ അഭിനയിച്ചവരെല്ലാം കൊള്ളാം. അതിൽ വയസ്സായിട്ടുള്ളൊരു റോൾ ചെയ്യുന്ന പുള്ളി 2 പേരാണ്. ഞാൻ ഒരു വീട്ടിൽ താമസിക്കുന്ന 2 പേരാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷാണ് കഥ. അപ്പോൾ പുള്ളിയുടെ പേരെനിക്കറിയില്ല, പക്ഷേ പുള്ളി ഒരുപാട് പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ് സിനിമയിൽ. പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുള്ളതായിരിക്കും. നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ നടന്നുള്ള കാര്യമായിരിക്കും. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ വേറൊരാൾ പാർക്ക് ചെയ്യാൻ വന്നാൽ, അല്ലെങ്കിൽ 2 വണ്ടിയുണ്ട്, ഒരു സ്ഥലമേ ഉള്ളൂ, ഒരു കാർ പോർച്ചേ ഉള്ളൂ, അവിടെ പാർക്ക് ചെയ്യാൻ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? അതാണ് സിനിമ കാണിച്ചു തരുന്നത്. അത് നല്ല രസമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ BGM ചെയ്തിരിക്കുന്നത് സാം CS ആണ് കേട്ടോ. അപ്പോൾ പുള്ളി ഓരോ സീൻസിനും ഡെപ്ത് കൊടുത്തിട്ടുള്ളത് അപാരമാണ് കേട്ടോ. പുള്ളിയുടെ മ്യൂസിക് അറിയില്ല, സാം CS. നമ്മുടെ ഒടിയൻ, വിക്രം വേദ, ഇപ്പോൾ റീസെൻ്റ്ലി ഫെനിക്സ് ഒക്കെ ചെയ്ത ആളാണ് സാം CS. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പുള്ളിയുടെയാണ് ഇതിൻ്റെ BGM. അപ്പം പുള്ളിയെ ത്രില്ലിങ് മൂമെൻറ്റ്സ് ഒക്കെ പുള്ളിയുടെ ആ BGM മൂലം ഒന്ന് എലിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഇതൊരു ചെറിയ സിനിമയാണ് എന്ന് കരുതി നമുക്ക് ഒരിക്കലും ഒരു സീൻ പോലും ലാഗ് വരില്ല. നമുക്ക് നെക്സ്റ്റ് എന്താ എന്നറിയാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ്. ഈ പറഞ്ഞ പോലെ സംഭവം ഒന്നുമില്ല, ഒരു പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് എങ്ങനെ ഒരു കാർ പോർച്ച് അല്ലെങ്കിൽ അവിടെ 2 വണ്ടി വരുന്നു, അത് ഒരാൾക്ക് ആര് പാർക്ക് ചെയ്യും, എങ്ങനെ പാർക്ക് ചെയ്യും, അതിനെ ചൊല്ലിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫാമിലി പ്രോബ്ലംസ് അതൊക്കെ നല്ല രസമായിട്ട് തന്നെ സിനിമയെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ചാണ് കേട്ടോ. OTTയിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 2-3 ആഴ്ചയായി സംഭവം ഇറങ്ങിയിട്ട്. അപ്പം ഞാനിപ്പം കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അത് കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക, മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.